ഇവിടുന്ന് ചിക്കൻ വാങ്ങിക്കുമ്പം കുറച്ചായിട്ട് തരില്ല ഒരിക്കലും. നമ്മൾ 1 കിലോ ആണോ ചിക്കൻ ഉള്ളത് അല്ലെങ്കിൽ 2 കിലോ ആണോ ഉള്ളത് അതങ്ങനെ തന്നെ വാങ്ങിക്കണം, കോഴീൻ്റെ കണക്കിനാണ്. അപ്പം എനിക്കും മിന്നൂനും മാത്രമായിട്ട് 2 പേർക്ക് മാത്രമായിട്ട് ഇത്രയും ചിക്കൻ ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2 ഭാഗമായിട്ട് അത് സെറ്റ് ചെയ്തു, മിക്സ് ചെയ്തു. ഉള്ളി തക്കാളി ഒക്കെ മുറിച്ചിട്ടു, എല്ലാം സെയിം രീതിയിൽ തന്നെ ആക്കി. അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും ഞാൻ കുക്കറിലിട്ടു, അതിലേക്ക് അരി ഇട്ടു, വെള്ളം ഒഴിച്ചു ആവശ്യത്തിന്. അതിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടു. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുത്തു. അതിലേക്ക് ചിക്കനും ബാക്കി വേണ്ടുന്ന മസാലാസും ഒക്കെ ഇട്ടു. ഈ ഒരു ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3 വിസിൽ വരുന്നവരെ ഞാൻ ആ റൈസിൻ്റെ സെക്ഷൻ വെച്ചു. കറി നമ്മൾ നോർമലി ആക്കി എടുക്കുന്ന പോലെ തന്നെ വഴറ്റിയതിന് ശേഷം ചിക്കനൊക്കെ ഇട്ടു അത് വേവാൻ വെച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഉള്ളി അല്ലാതെ ചിക്കനിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മസാലാസ് വളരെ നോർമൽ മസാലാസാണ്. പെപ്പർ, ഉപ്പ്, കുറച്ച് മഞ്ഞൾ പൊടി, ചിക്കൻ മസാല ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. അതേ സമയത്ത് തന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു. ബാക്കിയുള്ള ആവിയൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് അത് റെഡിയായിട്ടുണ്ട്. രണ്ടും കൂടെ ആകുമ്പം കുറച്ച് കുഴപ്പമില്ലല്ലോ. അപ്പം ചിക്കൻ കറി മാറ്റി വയ്ക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നാളെ ദോശയോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് കഴിക്കുകയും ചെയ്യാം. ഈ ഒരു സാധനം നമുക്ക് റൈസായിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് വേണ്ടിക്കലും നമുക്ക് ചിക്കൻ കറി കുറച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ 2 സാധനവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റി, ടേസ്റ്റിയും ആയിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.